പോലീസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാപ്പ കേസ് പ്രതിയായ സനൂജിനെ വാഹനം തടഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖിന് കൈക്ക് പരിക്ക് പറ്റി. സനൂജിന്റെ കാർ തടഞ്ഞ് പരിശോധിക്കുന്നതിനിടെ സനൂജ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ബൈക്കിൽ പിന്തുടർന്ന ഷഫീഖിനെ ഇടിച്ചിടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പിടിക്കപ്പെട്ടിട്ടുള്ള സനൂജ് അയാളുടെ പക്കൽ നിന്ന് ലഹരി അടക്കം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിക്കേറ്റിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊല്ലം ചാത്തന്നൂരിലാണ് MDMA-യുമായി കടന്ന പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. അപ്പോൾ ഈ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ പോലീസുകാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണേറ്റ സനോജ് മനസ്സിലിൽ സനോജാണ്, 38 വയസ്സാണ് പ്രായം. സനോജിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. കൊല്ലം ഡാൻസ് ഓഫ് ടീമിലെ ഷെഫീഖ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അയാൾ ബൈക്കിൽ പിന്തുടർന്നപ്പോൾ പ്രതി കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. കാറിടിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയതായിട്ടും കേസ് ഇപ്പോൾ ഉണ്ട്. സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ഒരു 8 മണിയോട് കൂടിയാണ് കാരങ്കോട് JSS ജംഗ്ഷന് സമീപം കിണർമുക്ക് എന്നൊരു റോഡിലാണ് ഈ ഒരു സിനിമാ രംഗങ്ങൾ പോലെയുള്ള ഈ ഒരു സംഭവം ഉണ്ടായത്. കാറിൽ MDMA-യുമായി പ്രതി കടക്കുകയായിരുന്നു. അങ്ങനെ രഹസ്യ വിവരം കിട്ടിയാണ് ജീപ്പിലും ബൈക്കിലുമായിട്ട് പോലീസ് പിന്തുടർന്നത്. അങ്ങനെ പോലീസ് വളയുകയും ചെയ്തു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാർ റിവേഴ്സ് എടുത്ത് പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചതും. സാഹസികമായി പിന്തുടർന്നാണ് പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തുകയും ചെയ്തത്. സ്ഥിരമായി മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന പ്രതിയാണ്. നിരവധി കേസുകൾ പ്രതിയാണ്. മുൻപും സമാനമായ രീതിയിൽ ഇതുപോലെ മയക്കുമരുന്ന് കടത്തിയപ്പോൾ പോലീസിനെ കാറിടിച്ച് തെറിപ്പിക്കാനും പോലീസിനെ കാറിടിച്ച് കൊല്ലാനും ശ്രമം നടത്തിയതായിട്ടുള്ള നിലവിൽ കേസുണ്ട്. കാപ്പ കേസ് അടക്കം നിലവിലുണ്ട് ഈ പ്രതിക്ക്. ഇയാളിൽ നിന്നും 9 ഗ്രാമോളം MDMA പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ചാത്തന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ ഇന്ന് തന്നെ കോടതി ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ കൈക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന് ഇന്ന് സർജറിക്ക് വിധേയനാകുമെന്ന് അറിയുന്നു. അനുശ്രീ. ശരി, എസ് വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.